ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 84,872 പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെ ദർശനം ആരംഭിച്ച് 1 മണിക്കൂറിനുള്ളിൽ 20,000 പേർ ശബരിമലയിലെത്തി. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, ഭക്തജന തിരക്ക് കൂടിക്കൂടി വരികയാണല്ലേ, നിലവിലെ സാഹചര്യം എന്താണ്? റോഷ്നി, ഹരിപ്രിയ, കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി പുലർച്ചെ എങ്ങനെയാണോ ആ സമയത്ത് വലിയ രീതിയിൽ തിരക്ക് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ തന്നെ ഇന്നും തിരക്ക് തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. 18ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് നീങ്ങുന്ന ഭക്തരെയാണ് നമുക്ക് കാണാനാവുക. എന്തായാലും വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. രാവിലെ 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂറിനകത്ത് 20,000 പേർ 18ാം പടി ചവിട്ടി അയ്യനെ കണ്ട് മടങ്ങി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിലവിൽ 18ാം പടിയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 പോലീസുകാരാണ് ഇത്തരത്തിൽ ഭക്തരെ കയറ്റിവിടുന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. NDRF സംഘമടക്കമുള്ള സേനാംഗങ്ങളും നിലവിൽ ഭക്തർക്ക് സഹായവുമായി ഉണ്ട് എന്നുള്ളതാണ്. അതിലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ 3 ഭാഗവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടപ്പന്തൽ പ്രദേശത്ത് മാത്രം ഒരു ക്യൂ മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ 2ഉം 3ഉം ക്യൂകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ക്യൂ കോംപ്ലക്സ് 6 ക്യൂ കോംപ്ലക്സ് ആണ് നിലവിൽ വലിയ നടപ്പന്തലിനുള്ളിലുള്ളത്. ആദ്യത്തെ ദിവസം, അതായത് തീർത്ഥാടനം ആരംഭിച്ച് 2ാമത്തെ ദിവസം വലിയൊരു തിരക്കുണ്ടായിരുന്നു. അന്ന് 1,18,000 ഭക്തർ എത്തിയ സമയമാണ് ഏറ്റവും ഉയർന്ന ഭക്തജന തിരക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും 80,000-ഓളം അല്ലെങ്കിൽ 80,000 ചില്ലുവാനം ഭക്തന്മാർ മാത്രമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് 20,000 എന്ന് പറയുമ്പോൾ വരും മണിക്കൂറുകളിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തൃക്കാർത്തിക ദിവസമായിരുന്നു. ഇന്നലെയും വൈകുന്നേരങ്ങളിൽ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കനത്ത തിരക്ക് ശബരിമലയിൽ ഗൂഗിൾ കേൾക്കാമെങ്കിൽ വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. എന്തെങ്കിലും പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഹരിപ്രിയ, റോഷ്നി, വലിയ നിയന്ത്രണങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ അണ്ടർ കൺട്രോളാണ്, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. 1590 പോലീസുകാരെ ആണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് മാത്രം ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ജീവനക്കാർ നിലവിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണം പൂർണ്ണ തോതിൽ നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. പോലീസ് മാത്രമല്ല, നിരവധി സേനകളും നിലവിലുണ്ട്. NDRF ഉണ്ട്, RAF ഉണ്ട്, അങ്ങനെ കമാൻഡോ സംഘങ്ങളടക്കമാണ് ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രണം നയിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1590 പോലീസുകാർ കൂടാതെ നിലയ്ക്കലിലും പമ്പയിലും മരക്കൂട്ടത്തും അങ്ങനെ വലിയ നടപ്പന്തലിലും ഒക്കെ നിരവധി പോലീസുകാരെയാണ് ഇപ്പോൾ നിലവിൽ ഡ്യൂട്ടിക്ക് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബുക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ ആളുകളെ കടത്തിവിടുന്നതാണ്. എന്നാലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഭാഗമായി 8,500-ഓളം പേരെ ഒരു ദിവസം സ്പോട്ട് ബുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ ആരാഞ്ഞ ശേഷമാണ് ദേവസ്വം ബോർഡ് ഈ സ്പോട്ട് ബുക്കിംഗ് ഉയർത്തുന്ന കാര്യത്തിലേക്ക് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്പെഷ്യൽ ഓഫീസറാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കമ്മീഷണറോട് ചോദിച്ചതിന് ശേഷം ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഉയർത്തുക. അങ്ങനെ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 8,500-ന് മുകളിലേക്കൊക്കെ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 10,000 വരെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ തിരക്ക് നിയന്ത്രണം കാര്യക്ഷമമാണെങ്കിൽ കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങുകൾ അനുവദിക്കാൻ സാധിക്കും എന്നുള്ള നിലയാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 20,000-ഓളം ഭക്തർ ഇപ്പോൾ എത്തിയ സ്ഥിതിക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏകദേശം 70,000 പൂർത്തിയായിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വീണ്ടും ആളുകളെ കടത്തിവിടാനുള്ള ഒരു സാധ്യത ഇന്നും നിലവിലുണ്ട്. കാരണം ഇപ്പോഴും ഇത്രത്തോളം തിരക്കുണ്ടെങ്കിൽ ആ തിരക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ വരിയും വളരെ വേഗത്തിൽ അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ ഭക്തജന തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നു. അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും നിരവധി ഭക്തരെ അയ്യനെ കണ്ട് മടങ്ങുന്നതിനുള്ള ഒരു സംവിധാനവും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രത്തോളം ഭക്തർ എത്തിയാലും അവരെയൊക്കെ തന്നെ പിന്നീട് മാളികപ്പുറം ഭാഗത്തേക്കൊക്കെ തന്നെ നിയന്ത്രിച്ച് നീക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ശബരിമലയിൽ നിന്ന് കാണാനാകും. എന്തായാലും വലിയ തിരക്ക് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമായിട്ടാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തിരക്കുണ്ടായ ദിവസം, അതായത് ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് 2ാം ദിവസം വലിയ തിരക്കുണ്ടായ സമയത്ത് പുൽമേട് വഴിയൊക്കെ ഭക്തർ അനൗദ്യോഗികമായി എത്തി, അല്ലെങ്കിൽ ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തിരക്കിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തരത്തിൽ തന്നെ പുൽമേട് വഴി എത്തുന്ന ആളുകളെ കൂടി നിയന്ത്രിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. പുൽമേട് വഴി ഏകദേശം ഒരു 3,000-ഓളം ഭക്തരാണ്, 3,500-500-നടുത്ത് ഭക്തരാണ് ഒരു ദിവസം എത്തുന്നതെന്നുള്ളതാണ്. ഏതായാലും കുട്ടിയുമായി ഒരു ആൾ തന്നെ നിൽപ്പുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ ചോറ് കൊടുക്കാനായിട്ട്. നല്ല തണുപ്പും കൂടെയാണല്ലേ? തണുപ്പും കൂടെ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. 8 മണിക്ക്. 8 മണിക്ക്. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് എത്തിക്കാൻ? കുഴപ്പമില്ല, പോലീസുകാരുണ്ടായതുകൊണ്ട് കയറ്റി. എന്തായാലും പൂർണ്ണ സജ്ജമാണ് പോലീസും. വലിയ കുഴപ്പമില്ല. എന്തായാലും
ഒരുപാട് ഭക്തർ ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. ചോറൂണ് കൊടുക്കാൻ വേണ്ടിയൊക്കെ എത്തുന്ന ഭക്തരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്തും നടപ്പന്തലിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ നടപ്പന്തൽ ഭാഗത്തും അതേപോലെ തന്നെ സന്നിധാന പ്രദേശത്തുമാണ് ആള് ഏറ്റവും കൂടുതൽ തിക്കിത്തിരക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. 18-ാം പടി കയറാൻ വേണ്ടി വലിയ നിരയുണ്ടെങ്കിലും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിന്റെ 3 ഭാഗവും നിറയുമെങ്കിലും 1 മണിക്കൂറിനകത്ത് തിരക്ക് ഒഴിവാകും. സന്നിധാനത്ത് നിന്നുള്ള തത്സമയ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.